ആരോപണം ശരിയാണ്, കുറ്റം സമ്മതിക്കുന്നു. സൈക്കോളജി പഠിക്കാതെ നമുക്ക് ഫിനാൻസ് ക്ലിയർ ആവില്ല. കറൻസി ഈസ് ജസ്റ്റ് എ സ്റ്റോറി. പണം എന്ന് പറയുന്നത് ഒരു കഥയാണ്. മിസ്റ്റർ രാംദാസ് വാര്യ ഒരു ലൈഫ് കോച്ച്, മൈൻഡ് ട്രെയിനറാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും സൈക്കോളജിക്കലി ആൻസർ കണ്ടെത്തുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യമാണോ? ആരോപണം ശരിയാണ്, കുറ്റം സമ്മതിക്കുന്നു. എല്ലാ തുറയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോഴും ഫിനാൻസിന്റെ കാര്യത്തിൽ എങ്ങനെ എന്നുള്ള ചോദ്യത്തിലും മനസ്സിന്റെ പ്രഭാവമുണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേറെ കാര്യത്തിലേക്ക് വരാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ നമ്മൾ പൈസ അല്ലെങ്കിൽ പണം അത് ഇറക്കേണ്ട ഒരു ടൈമാണ്. അത് നമ്മൾ വളരെയധികം ചിന്തിച്ചിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. എന്തൊക്കെയാണ് നമ്മൾ മൈൻഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്? അപ്പൊ ഇതില് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഏത് തുറയും എന്ന് പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇറങ്ങുമ്പോഴും ആദ്യം ചിന്തിക്കേണ്ടത് ഞാൻ എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്റെ പർപ്പസ് എന്താണ്. അത് എന്റെ ആവാം, എന്റെ കുടുംബത്തിന്റെ ആവാം, എന്റെ ഒരു കൂട്ടായ്മയുടെ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷെ ആ കൂട്ടായ്മ അല്ലെങ്കിൽ എന്റെ പർപ്പസ് എന്താണെന്നുള്ളത് ആദ്യം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ക്ലിയർ ആക്കും. അത് കഴിഞ്ഞാലാണ് പിന്നെ ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഉത്തരത്തിലേക്ക് വരും. ഇത് കണ്ടുപിടിക്കുക, എങ്ങനെ ഞാൻ ചെയ്യണം, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണോ, ആരോടെങ്കിലും ചോദിക്കണോ, കൺസൾട്ടൻസിനെ സമീപിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നത് എന്നത്. മിക്കവാറും ആദ്യത്തെ 2 സ്റ്റേജ് കഴിയുമ്പോൾ ലാസ്റ്റ് എന്തെന്നുള്ളത് ക്ലിയർ ആവുന്നതാണ്. അങ്ങനെയാണ് വരിക. ഇന്നത്തെ പ്രവണത എന്ന് പറഞ്ഞാൽ ആദ്യം എല്ലാവരും ചെയ്യുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും, പൊതുവെ കോപ്പി അടിക്കലാണ്. അതായത് അവൻ ചെയ്തു, ഇവൻ ചെയ്തു, അതുകൊണ്ട് ഞാൻ ചെയ്യും. അത് ചെയ്തതിനു ശേഷം ആലോചിക്കുന്നത് ഇത് ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെ കൊണ്ട് നടക്കണം എന്നുള്ളത് അറിയില്ല. അതെല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് ആലോചിക്കുന്നതാണ്. അല്ല, അപ്പോഴാണ് ചിന്തിക്കുന്നത് ഫിനാൻഷ്യൽ ഒരു കൺസൾട്ടന്റിനെ കണ്ടു ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു, ഓൾറെഡി ഇട്ടുപോയല്ലോ എന്നുള്ള ഒരു നഷ്ടബോധം തോന്നും. ഇതെല്ലാം കഴിഞ്ഞ് കയ്യിൽ പോകാറാവുമ്പോഴാണ് നമ്മൾ എന്തിനു വേണ്ടി ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തെന്നുള്ള ചോദ്യത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇതിന് നേരെ ഫ്ലിപ്പ് ചെയ്യാം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കൺഫ്യൂഷൻ രീതി. നേരെ ഫ്ലിപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം പർപ്പസാണ് നമുക്ക് വേണ്ടത്. നേരെ തിരിച്ച് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ പർപ്പസാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അതെങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? പർപ്പസ് ഡിഫൈൻ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സെൽഫ് സെന്റേർഡ് ആണ്. ആരാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അയാളുടെ കഥയാണ്. കംപ്ലീറ്റ്ലി ഓരോ ആൾക്കാർക്കും വേറെ വേറെ, ടോട്ടലി ഇൻഡിപെൻഡന്റ് ആണ്. ഓരോ വ്യക്തിയും വ്യത്യാസമാണ്. ആ വ്യത്യാസം ആ ഇൻവെസ്റ്റ്മെന്റിൽ കാണണം എന്നുള്ളതാണ്. അപ്പോ പൊതുവെ നമ്മൾ ലാലേട്ടൻ പറയുന്ന പോലെ നിന്റെ തന്തയല്ല എന്റെ തന്ത എന്നുള്ളൊരു കാര്യം വളരെ പ്രസക്തമാണ്. ഇത് മൈൻഡിൽ വെച്ചിരിക്കുന്നത് വേണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നീ എന്ത് ചെയ്തു എന്ന് നോക്കേണ്ട കാര്യമില്ല. വേറെ ഒരാൾ ചെയ്തത് ആളുടെ പർപ്പസ്. ആൾക്കൊരു പക്ഷെ വളരെ വൈകി കാശ് മതിയായിരിക്കും, വളരെ ചെറുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആൾക്ക് പെട്ടെന്ന് വേണം എന്നുള്ളൊരാളായിരിക്കും. എന്റേത് ഞാൻ ഡിഫൈൻ ചെയ്യണം. എനിക്ക് ഇത്ര കാലത്തിനുള്ളിൽ ഇത്ര റിട്ടേൺസ് കിട്ടണം, ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര വെച്ച് കിട്ടണം. എന്തുകൊണ്ടാവും. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ചെയ്യുമ്പോൾ എന്റെ കയ്യിൽ എത്ര കാശുണ്ട്, മറ്റേ കയ്യിലുള്ള കാശ് എനിക്കറിയില്ലല്ലോ. അപ്പൊ എന്റെ കയ്യിൽ എത്ര കാശുണ്ട്, എന്റെ കയ്യിൽ എത്ര ആസെറ്റ് ഉണ്ട്, ഞാൻ എന്തൊക്കെ ഡൈലൂട്ട് ചെയ്യാൻ പറ്റും, ഇതൊക്കെ എന്റെ കഥയാണ് ടോട്ടൽ. അപ്പൊ പർപ്പസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതെല്ലാത്തിനും ഉപരി ഞാനിത് എന്തിനു വേണ്ടിയാണ് എയിം ചെയ്യുന്നത്, ഒരു ഗോള് വേണം. ഫോർ എക്സാമ്പിൾ ഒരു കാർ വാങ്ങാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തു. എനിക്ക് ആവശ്യമുള്ള കാര്യമാണ് കാർ. അപ്പൊ ഈ കാർ എനിക്ക് എത്ര കാലത്തിനുള്ളിൽ വേണം, അല്ലെങ്കിൽ കാർ വാങ്ങി അതിന്റെ ഒരു ലോൺ വന്നു, അതിന് തത്തുല്യമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് തുക എനിക്ക് വരണം. ഇതൊരു പ്ലാനിങ് ആണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ എന്ത് പർപ്പസിനുണ്ട്. കാറിന് വേണ്ടി ഒരു പ്ലാൻ ആണെങ്കിൽ അതൊരു പർപ്പസ്, വീട് വേറെ പർപ്പസ്, അങ്ങനെ പല പല പർപ്പസുകൾ. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ഒരു ലക്ഷ്യം എന്ന് പറയും. ആ പർപ്പസിലേക്ക് എത്തും. ആ പർപ്പസ് ഫിനാൻഷ്യൽ പർപ്പസ്. ഫിനാൻസ് എങ്ങനെയാണ് എന്നെ സഹായിക്കാൻ പോകുന്നത് എന്റെ ഈ കാര്യങ്ങൾ നിറവേറ്റാൻ, അതാണ് പർപ്പസ്. അതിനാദ്യം നമ്മൾ പർപ്പസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം എങ്ങനെ സെക്കൻഡ് സ്റ്റേജ് ആണ് എങ്ങനെ, അത് നമുക്ക് എങ്ങനെയായിരുന്നു അതെ, എങ്ങനെയാന്നുള്ള ചോദ്യം എല്ലാവർക്കും വരണം. ആദ്യം തീരുമാനിച്ചാലല്ല എങ്ങനെയാന്നുള്ള ചോദ്യം വരും. ശരി, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഇതാണ് എന്റെ സ്വപ്നം, എന്റെ വിഷൻ ഇതാണ്. ഇപ്പൊ ബിസിനസ് തുടങ്ങുമ്പോഴാണ് അതാണ് ആദ്യം വരേണ്ടത്, വിഷനാണ്. അപ്പൊ വിഷൻ സെറ്റാക്കി, എന്റെ പേർപ്പസ് സെറ്റാക്കി, ഇതിലേക്ക് എങ്ങനെയാണ് ഞാൻ പോകുക. അപ്പൊ ഞാൻ വിലയിരുത്തും എന്റെ അറിവ് എത്രമാത്രമുണ്ട്, ഞാൻ എത്രമാത്രം ഈ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പഠിച്ച് ബോധവാനാണ്. അപ്പൊ അത് അറിയില്ല, അറിയും എന്നുള്ള സ്റ്റേജ് വെച്ചിട്ട് മറ്റൊരാളെ സമീപിക്കണോ,
എന്നുള്ള ചോദ്യം എപ്പോഴാണ് വരിക? അപ്പൊ കൺസൾട്ടന്റിന്റെ പ്രസക്തി വരുന്ന അവിടെയാണ്. വേറൊരാളുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അതല്ല, എനിക്ക് സ്വയം പഠിച്ച് ചെയ്യാമെന്ന് ഉള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്യാം. ഓക്കെ, അത് ഒരു അല്ലെങ്കിൽ അത് പഠിക്കാൻ പോവാം, അല്ലെങ്കിൽ അത് പഠിക്കാൻ പോകും, ഒരു കോഴ്സ് ചെയ്യാം, whatever. സ്വയം ഒരു കൺസൾട്ടന്റ് ആവണോ അതടക്കം ചിന്തിക്കാം. ബട്ട് അതിലേക്ക് ആരും ഇറങ്ങി പോകാറില്ല. ഏറ്റവും ഞാൻ ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഒരു ചോറുണ്ണാനായിട്ട് നമ്മൾ ഹോട്ടലിൽ വാങ്ങില്ല എന്ന് പറയുന്നത് പോലെ സിമ്പിൾ ആയിട്ട് ഓൾറെഡി ആരാണോ ചെയ്യുന്നത് അവരുമായിട്ട് എന്റെ വിഷൻ ഷെയർ ചെയ്താൽ തന്നെ അവർക്ക് പിടികിട്ടും, അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഇതാണ് താങ്കളുടെ, വളരെ ക്ലിയർ ആണ്. അപ്പൊ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. പൊതുവെ വരുന്ന ആൾക്കാർ ഫിനാൻസ് ആയാലും ഇപ്പൊ ബിസിനസ് ആയാലും ഒരു ബിസിനസ്സുകാരനെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു കാര്യം പിടികിട്ടും എന്തൊക്കെയാണ് അവിടെ ഫാൾട്ട് ഉണ്ടാവാൻ പോകുന്നത്. ബേസിക്കലി ഇപ്പൊ മിക്കവരും അനുഭവിക്കുന്ന സാധനമാണ് ക്രെഡിറ്റ്സ്. ആ ക്രെഡിറ്റ്സിന്റെ കാര്യമോ അങ്ങനെ അതൊന്നും അറിയാതെ എനിക്ക് ഒരാൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാം. ഇറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും ക്രെഡിറ്റ് ചോദിച്ച ആൾക്കാർ വരും, അത് കൊടുത്തു കഴിഞ്ഞ ശേഷം അത് പെടും. പക്ഷെ ഇത് നമ്മൾ മുമ്പേ അറിഞ്ഞിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അതിനുള്ള ബാക്കപ്പ് നമ്മുടെ കയ്യിൽ, നമ്മുടെ പ്ലാനിലെല്ലാത്തിലും ഇത് പെടുകയും ചെയ്യും. സോ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ് ഇപ്പൊ എങ്ങനെ എന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് ഇറങ്ങുന്നതും നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെയെന്ന് പ്ലാൻ ചെയ്യുന്നതും വ്യത്യാസം. ബ്യൂട്ടിഫുൾ, സെയിം എക്സ്പ്ലനേഷൻ. അപ്പൊ എങ്ങനെയാന്നുള്ളത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ അതിന്റെ അവസാനം എത്തുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആയി. കാരണം എത്ര കാശ്, എങ്ങനെയാന്നുള്ളതിൽ നമ്മൾ എത്ര കാശ് വേണ്ടി വരും, എവിടെ നിന്ന് ഞാൻ ഇത് ഉണ്ടാക്കും, ആരെയൊക്കെ സമീപിക്കണം, ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എന്ത് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഫൈനൽ ആക്ഷനാണ്. അതുകൊണ്ട് ചെയ്താൽ മതി. നമ്മൾ ആദ്യം ആക്ഷൻ, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ആക്ഷൻ ആദ്യം ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ വിടും. എന്തിനു ചെയ്യണം ആ പ്രവണത നേരെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എവിടെ ചെയ്യണം എന്നുള്ളൊരു ആൻസറും കിട്ടും അല്ലേ. അപ്പോൾ രാംദാസ്, ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയാലും ബിസിനസ് ആയാലും ഇപ്പോൾ സൈക്കോളജി ഒരു ഭാഗമാണല്ലോ, എല്ലാത്തിലും ഭാഗമാണ്. ജീവിതത്തിൽ എല്ലാത്തിലും സൈക്കോളജി ഭാഗമാണ്. ഇൻവെസ്റ്റ്മെന്റും ബിസിനസ്സും സൈക്കോളജി കാര്യങ്ങളും ഇമോഷൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതെന്തോരം ഭാഗമുണ്ട് ശരിക്കും നമുക്ക് ഈ സൈക്കോളജി എന്ന് പറയുമ്പോൾ? ഈ മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ് സകലതും. ഇപ്പൊ ഈ മനസ്സ് മാറ്റി വെച്ചിട്ട് ഒരാൾക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഇമോഷൻ വരും. ഇപ്പൊ കംപ്ലീറ്റ്ലി സെൻസിബിൾ അല്ലെങ്കിൽ റാഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ആള് പോലും ആൾക്ക് എന്തോ ഒരു ഉദ്ദേശ ലക്ഷ്യം ഉള്ളതുകൊണ്ടാണ് അത് അതിനെ നയിക്കുന്നത് മുഴുവൻ മനസ്സാണ്. സൈക്കോളജി പഠിക്കാതെ നമുക്ക് ഫിനാൻസ് ക്ലിയർ ആവില്ല. ഇന്നേ വരെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ അതിന് വായിച്ചു പഠിക്കണമെന്നുണ്ടെങ്കിൽ സൈക്കോളജി ഓഫ് മണി എന്നുള്ളൊരു പുസ്തകം റെക്കമെൻഡ് ചെയ്യാം. നല്ലൊരു പുസ്തകം, അത് ക്ലിയർ ആണ്. അതായത് എന്നെ ഗ്രൗണ്ട് ചെയ്യുന്ന ഒരു ബുക്കാണ്, ബേസ് ബുക്കാണ്. അത് ഏറ്റവും ബേസിക്, അത് ആദ്യമായി അതാണ് ഏറ്റവും ആദ്യം വായിക്കേണ്ടത്. കാരണം എന്നെ ട്രീറ്റ് ചെയ്യാതെ, എന്നെ ശരിയാക്കാതെ ഞാൻ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും ആ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കും. കാരണം ഞാനാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഓണർ എന്നുള്ളത്. എക്സാക്ട്. ഞാൻ വളരെ ഇമ്പൾസീവ് ആണ്. ഞാൻ പെട്ടെന്ന് ചാടി ഇത് വന്നു, അയ്യോ പേടിച്ചു, അത് ചെയ്തു, മറ്റേത് മാറി, അത് ചെയ്യാം. ഇങ്ങനത്തെ ഒരാളാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിൽ അതിന്റെ ഗുണം കാണും. അതല്ല, ഞാൻ വളരെ ഇതാണ്, ദോഷവും കാണും നല്ലതും കാണും. ഇപ്പൊ ഞാൻ സെൻസിബിൾ ആയിട്ട് വളരെ റീസണബിൾ ആയിട്ട്, എനിക്ക് വലിയ ഗംഭീര അട്ടിമറി സംഖ്യ ഒന്നും വേണ്ട, ഞാൻ റീസണബിൾ ആയിട്ട് ഇത്ര കാലത്തിനുള്ളിൽ ഇത്ര നഷ്ടം സംഭവിച്ചേക്കാം, എല്ലാം ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി പോകുന്ന ഒരു സെൻസിബിൾ ആളാണെങ്കിൽ അതിന്റെ ഗുണം അതിൽ കാണും. ഇനി അതല്ല, എനിക്ക് വളരെ കുറച്ച് മതി, ഇത്രയൊന്നും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല, എന്റെ മനസ്സ് വളരെ ചെറുതാണ്, അപ്പൊ ഞാൻ അതിനനുസരിച്ചിട്ട് ചെറിയ എവിടെയെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ഒന്നും വേണ്ട, ഞാൻ സേവിങ്സ് ബാങ്കിൽ ഇടും അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടും, അത് വളരെ സുരക്ഷിതമാണ്. അപ്പൊ അത്രേ കാണുന്നത്. അങ്ങനെയാണ്. അപ്പൊ മനസ്സിന്റെ വലുപ്പം പോലെ ഇരിക്കും ഇൻവെസ്റ്റ്മെന്റിന്റെ വലുപ്പം. അത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാനാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇറങ്ങുകയാണ്. നേരത്തെ പറഞ്ഞത് ഇപ്പൊ എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം എന്തുകൊണ്ടാണ് പേഴ്സണൽ ആയത്? കാരണം അത് എല്ലാം പേഴ്സണൽ. അതെ. അപ്പൊ യദു എന്നുള്ള വ്യക്തി എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് കാണുന്നത്? സൈക്കോളജിക്കൽ. അതിൽ ബുദ്ധി ഉപയോഗിച്ച് ആക്ഷൻ നടത്തുക. നമ്മളെ എപ്പോഴും നയിക്കുന്നത് നമ്മുടെ മനസ്സാണ്, എന്തോ ഒരു ഇമോഷൻ. പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്റെ അമ്മയെ കാണണം, അതൊരു ആഗ്രഹമാണ്, ഒരു ഇമോഷനാണ്. ഈ ഇമോഷൻ വരുമ്പോൾ പിന്നെ അത് എങ്ങനെ പോവും, എവിടെ പോവും, അതൊക്കെ പിന്നെ ഞാൻ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. അതിന്റെ ആക്ഷൻ വരുമ്പോഴത്തേക്കും ബുദ്ധി ഉപയോഗിക്കണം. പക്ഷെ ഫസ്റ്റ് നയിക്കുന്നത് നമ്മുടെ പോകണം. ഇപ്പൊ നേരത്തെ പോലെ കാറ് വാങ്ങണം അല്ലെങ്കിൽ ഇത് വാങ്ങണം, ഒരു ആവശ്യകത ഒരു ഇമോഷന്റെ ബേസിസിലാണ്. കാറില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റും. പക്ഷെ ഒരു ആവശ്യകത വന്നു എനിക്ക് തോന്നിയാൽ അതിന്റെ ഒരു ജെന്യുവൻ ഇമോഷനാണ്. കാശ് കയ്യിലിരിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ
മന്ത് ഏറ്റവും ആദ്യം തന്നെ പൈസ വന്നു, സാലറി കാര്യങ്ങൾ വന്നു, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കുന്നില്ല. നമുക്ക് സേവിങ്സ് ആയിട്ട് പൈസ മാറ്റി വയ്ക്കാൻ പോലും പറ്റുന്നില്ല, നമുക്ക് ചിലവായത് പോകുന്നു. അത് നമ്മൾ അങ്ങനെ സൈക്കോളജി അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ കാണാം. ഇതിന് സൈക്കോളജികൾ കൂടുതൽ നമുക്ക് കോമൺ സെൻസ് ആണ്. അതായത് ഈ കോമൺ സെൻസ് അത്ര കോമൺ അല്ല എന്ന് പറയുന്നതിന്റെ ഒരു കുഴപ്പം. നമ്മള് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പണം ചെലവഴിക്കേണ്ടത് എന്നുള്ളൊരു ബേസിക് ഡിസിപ്ലിൻ, ബേസിക് അത്ര മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ ഏതൊരു ഇതാണെങ്കിലും നമ്മുടെ ബേസിക് ആവശ്യങ്ങൾ നടന്നു പോകുക എന്നുള്ളതാണ്. ഈ ആവശ്യം ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം. ഫിസിക്കലായിട്ടുള്ള എന്തൊരു സാധനത്തിനും വേണ്ടിയും ഞാൻ ചെലവഴിക്കുന്നത്, ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ ഓഫീസ് വരെ പോകാനായിട്ടൊരു വാഹനം വേണം, ഒരു കാർ വേണം. ഇത് എൻ്റെ ആവശ്യം. അതായത് ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ ബസ്സിൽ പോലും മറ്റേത് ബുദ്ധിമുട്ടാണ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് പോകണം. എൻ്റെ ജോലിപരമായിട്ട് എനിക്ക് മുഷിഞ്ഞ് അവിടെ ഒരു ക്ലയന്റിന്റെ മീറ്റിംഗ് ആയിരിക്കും, ഞാൻ പ്രസന്റബിൾ ആയിരിക്കണം. അപ്പൊ എൻ്റെ ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ഇത് നിലനിൽക്കും. ഈ കാശ് ഞാൻ സ്പെൻഡ് ചെയ്തത് ഓരോ നിമിഷവും ഞാൻ അഭിമാനം കൊടുക്കും. എനിക്ക് സന്തോഷം ഉണ്ടാവും, ഞാൻ കാശ് കറക്റ്റായിട്ട് വാല്യൂബിൾ ആയിട്ട് തോന്നും. അത് ആവശ്യങ്ങളാണ് ഫിസിക്കൽ. ഇനി ഇതല്ലാതെ ഇമോഷണൽ ആയിട്ട് പോകുന്ന സംഭവം, അവിടെ വരുന്നതാണ് കുശുമ്പ്. മറ്റേ ആൾക്ക് ഓഹോ എന്നാ പിന്നെ ഞാൻ മാറും. ഈഗോയിലേക്ക് എത്തിയില്ല. ഈഗോ വേറൊരു വശമാണ്. നമുക്ക് കുശുമ്പ്, അതായത് കമ്പാരിസണിൽ വരുന്നത് കുശുമ്പ് വന്നു. അല്ലാതുണ്ടെങ്കിൽ മോഹം തോന്നും വെറുതെ. ഇതിൽ നല്ല രസമുണ്ടല്ലോ സംഭവം, അത് വാങ്ങാലോ, നല്ലൊരു വീട് ഇതുപോലെ എനിക്ക് വേണം. അതായത് കമ്പാരിസണിലൂടെ കിട്ടുന്ന സാധനത്തിന് അത്രേ വാല്യൂ ഉള്ളൂ. അതിലെ ആ പുതുമ കൗതുകം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഔട്ടായി. പിന്നെ ആ കാശ് ഞാൻ പോയ പോലെ കംപ്ലീറ്റ് കാശിനോട്, അതായത് എത്ര കാശ് ചെലവാക്കി അത് പോയി. ഇനി ഇതല്ല, ചിലവരുണ്ട് അതിന് ഇന്റലക്ച്വൽ സൈഡാണ്, ബുദ്ധി, അതായത് അറിവ്. ഒരു നമ്മൾ വാഹനത്തിന് എക്സാമ്പിളിൽ നിൽക്കാം, അത് എളുപ്പമാണ്. അപ്പൊ വാഹനം മേടിക്കുമ്പോൾ ആ വാഹനത്തിന് എഞ്ചിൻ ഇങ്ങനെ, അതിന് ടയർ ഇങ്ങനെ, അതിന്റെ വീൽസ് ഇങ്ങനെയാണ്, അതിന്റെ റേഞ്ച് ഇങ്ങനെ, അത് ഇതെന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു കാർ വാങ്ങുമ്പോൾ അവർ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യും. ആൾക്കാരോട് ബുദ്ധിപരമായ തർക്കങ്ങളിൽ ഏർപ്പെടും. അങ്ങനെയുള്ള ബ്ലോഗുകളും അങ്ങനെ സംഭവങ്ങൾ. അപ്പൊ ഇത് അവർക്ക് ബുദ്ധിയാണ്. അതിന്റെ ആ കംപ്ലീറ്റ് ഡിസൈൻ പിടികിട്ടി. ഇത് കഴിഞ്ഞു എന്ന് കഴിഞ്ഞാൽ അവരെ കഴിഞ്ഞു. പിന്നെ ആ സാധനം സ്ക്രാപ്പാണ്. പിന്നെ അതിന്റെ ഇതും താൽക്കാലികമാണ്. ഇതിനേക്കാൾ ഏറ്റവും കൂടിയ വില്ലൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈഗോ ആണ്, അഹം. അതായത് ഞാൻ പുറത്ത് കാണുമ്പോൾ എന്നെ ഇങ്ങനെ കാണും. അത് എനിക്ക് ശരിക്കും ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഞാനൊരു ശരിക്കും ഡിസേർവ് ചെയ്യുന്നതാണെങ്കിൽ അത് ആവശ്യത്തിന്റെ റേഞ്ച് വരും. ഇതല്ല, ഞാൻ ഊതിപ്പെരിപ്പിച്ച് കാണിക്കും. മിക്കവാറും ആൾക്കാർ ഇതിനു വേണ്ടി കടം വാങ്ങി കഷ്ടപ്പെട്ട് കാണിക്കുന്ന സാധനമാണ്. നമ്മൾ റിച്ച് എന്ന് പറയുന്ന ഒരു കൂട്ടാണ്. വെൽത്തി എന്ന് പറയുന്നത് വേറെ. വെൽത്ത് എന്ന് പറയുന്നത് കാണാൻ പറ്റാത്തതാണ്. അതായത് എൻ്റെ കയ്യിൽ ധാരാളമാണ്, ഞാൻ ഒരു കാരണവശാലും താഴേക്ക് പോകില്ല. ഈ ഒരു ഫൗണ്ടേഷനാണ് വെൽത്ത്. ഞാൻ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. അതാണ് വെൽത്തി പീപ്പിൾസ്. എക്സാക്ട്ലി. ഈഗോയിൽ പറഞ്ഞ പോലെ വലിയ വലിയ ചില കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഉണ്ടാവാം. ബേസിക്കലി പറയുന്നത് അനിൽ അംബാനിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൈസ എറിഞ്ഞ് കളിച്ച് പോയ ആളാണ്. അനിൽ അംബാനി ഇവിടെ, മുകേഷ് അംബാനി ഇവിടെ. എല്ലാവരും ഒരേപോലെ അല്ലല്ലോ, നേരത്തെ പറഞ്ഞ പോലെ. എന്നതുപോലെ ഒരേ പണമുള്ള ഒരേ റേഞ്ചിലെ ആൾക്കാരെ നോക്കി കഴിഞ്ഞാൽ പല കമ്പാരിസൺസ് കാണാം. ഞാൻ പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ ഞാൻ അതിനെ എങ്ങനെ കാണും? ഈഗോ ആണോ എന്നെ ഒരു കാറ് വാങ്ങാൻ പ്രേരിപ്പിച്ചത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകും. കാരണം കാറ് പഴയതായി കഴിഞ്ഞാൽ പോയി. കുറച്ച് 1-2 മാസത്തിൽ പുതിയ മോഡൽ വന്നു, ഇത് പഴകിന്ന് തോന്നിയാൽ അപ്പൊ എന്റെ കാശ് പോയി. ആ 2 മാസത്തിൽ ഞാൻ 20 ലക്ഷം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് അത് പോയി. പിന്നെ ഞാൻ ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. നമുക്കൊരു കാർ സെക്കൻഡ് ഹാൻഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഈഗോ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ലാഭം. ഒരു ചെറിയ ക്ലൂ എപ്പോഴും അതെ. ഒരു ഈഗോ ബൂസ്റ്റ് ചെയ്തൊരു സാധനം നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈഗോ ഉള്ള ഒരാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേടാം. എല്ലാവരും ഒരൊറ്റ ലൈനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണം ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഡിസിപ്ലിൻ ആയിട്ട് പോവാം എന്നുള്ള സംഭവം, അത് കോമൺ സൈക്കോളജി ആണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും അതിങ്ങനെ പാകാവും എന്നുള്ളതാണ് എന്റെ ചോദ്യം. സൈക്കോളജി വേറെയാണ്. ചിലർക്ക് ഈഗോ ഉള്ളതായിരിക്കും, ചിലർക്ക് ഈഗോ കുറവായിരിക്കും. ഒരു ഗോളിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ നമുക്കൊരു ഡിസിപ്ലിൻ ആയിട്ട് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ സൈക്കോളജി വേറെയാണ്. ഇപ്പോൾ നമുക്കത് എത്രത്തോളം എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും.
ഒരു ബേസിക് വാസ്തവം, എല്ലാവരെയും ഒരേ തട്ടിലാക്കാൻ പറ്റില്ല. ഇതിന് പറ്റിയ ആൾക്കാരുണ്ട്, അവരിൽ തന്നെ വ്യത്യാസം. അപ്പൊ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമല്ല ബേസിക്കലി. കാരണം ഇത് പണത്തിനെ ആധാരമാക്കിയിട്ടാണല്ലോ. പണം, നമ്മളെല്ലാം പണവുമായിട്ടാണ്. ഒരു കാലത്ത് പണം ഇല്ലാതിരുന്ന കാലത്ത് ഭൂമി അല്ലെങ്കിൽ വസ്തുക്കൾ, പശു ഇത്യാദി രാജ്യങ്ങൾ, പ്രോപ്പർട്ടീസ് ആയിരുന്നു ഒരു കാലത്ത് വെൽത്തിന്റെ അടയാളം. എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ, ഇൻഫാക്ട് നമ്മുടെ ഇമോഷൻസും ഇന്റലിജൻസും നമ്മുടെ ഈഗോയും എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നത് പണവുമായിട്ടാണ്. എന്നാൽ ഈ പണം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. കറൻസി ഈസ് ജസ്റ്റ് എ സ്റ്റോറി. പണം എന്ന് പറയുന്നത് ഒരു കഥയാണ്, കാണാൻ പറ്റുന്ന ഒരു കഥയാണ്, ഷേപ്പുള്ള കഥയാണ്. ഇന്ന് മറ്റേ ഡിജിറ്റൽ ആയതുകൊണ്ട് അതുമില്ല, കാണാനും അധികം പറ്റുന്നില്ല. അപ്പൊ ഒരു സ്റ്റോറിയാണ്, അതായത് ഇത് കൊടുത്താൽ ഇത് നടക്കും എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി. ഇത് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാം. ഇത് ട്രാൻസാക്ഷണൽ ട്രൂത്താണ്. നമ്മൾ പല രീതിയിൽ സത്യങ്ങൾ പറയും. അതായത് വ്യാവഹാരിക സത്യം. ഇത് മനുഷ്യർക്ക് മാത്രമേ അറിയുള്ളൂ. മൃഗങ്ങളുടെ അടുത്ത് പോയിട്ട് 10 രൂപ കൊടുത്തിട്ട് ആ കുരങ്ങിന്റെ അടുത്ത് അവർ പഴം തരുമെന്ന് പറഞ്ഞാൽ ആ പഴം തരില്ല. അത് പണി ചെയ്യില്ല. അത് കൊടുക്കേണ്ടത് കൊടുത്താലേ ഉള്ളൂ. അതിന് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതാണ്. നമുക്ക് പണം എന്നുള്ളൊരു കഥയായിട്ട് നമ്മൾ കൊണ്ടുനടക്കും. ഈ കഥ ആയതുകൊണ്ട് തന്നെ കഥ വികാരങ്ങളുമായി ട്വിസ്റ്റ് ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതില് ഇമോഷൻസ് വരുന്നത്. കാരണം ഒരു കഥയാണ്, കഥയ്ക്ക് അത്രേ ഉള്ളൂ. ഈ കഥ ഞാൻ കാണുന്ന പോലെയാണോ ഏതു കാണും? അല്ല. ഒരേ സിനിമ കണ്ടിറങ്ങുന്ന 100 പേര്, 100 പേർക്ക് 100 അഭിപ്രായം. സിനിമ ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് പോലെ പണം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ വികാരം ഡിഫറെന്റ് ആയിട്ട് കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു തട്ടിൽ വെക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അവിടെ. അപ്പൊ ആസ് എ കൺസൾട്ടന്റ്, ഇപ്പൊ ഏതൊരിടത്ത് ആരെങ്കിലും വന്ന് ഒരു കൺസൾട്ടേഷന് വരുമ്പോൾ ആ ഡിഫറൻസ് ഫീൽ ചെയ്യും. അതിനെ ഹാൻഡിൽ ചെയ്ത് ഏത് വഴിക്ക്, ഇപ്പൊ നേരത്തെ പറഞ്ഞതല്ല, ആളൊരു ആഗ്രഹങ്ങളുടെ വ്യക്തിയാണോ, ഒരു ബുദ്ധി ഉപയോഗിച്ച് പോകുന്ന വ്യക്തിയാണോ, ഈഗോ ഉള്ള ആളാണോ, അതിന് ആവശ്യം അറിഞ്ഞു വന്ന വ്യക്തിയാണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആള് ഗൈഡ് ചെയ്യാൻ എളുപ്പമാണ്. ആ വഴിക്ക് തന്നെ ഗൈഡ് ചെയ്താൽ മതി. കാരണം ആള് മാറാൻ ചാൻസ് കുറവാണ്. നമുക്ക് ഒരാളെ പിടിച്ച് മാറ്റാൻ പറ്റില്ല. ആളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുക. പക്ഷെ അവിടെ ഒരു റിയാലിറ്റിയുടെ ഒരു ചെറിയൊരു ചായവാട്ട് കൊടുക്കുക. അതിലെ ആവശ്യകത ആളെ ഫീൽ ചെയ്യിപ്പിക്കുക. എല്ലാവരും വിചാരിപ്പോ എന്താ പറയാ, ബിസിനസ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊച്ചാവാം, അവിടെ എത്താം എന്നുള്ളൊരു ബിസിനസ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ നന്നായിട്ട് ലോട്ടറി അടിക്കുന്ന പോലെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കയറി പോകാൻ സംഭവമുണ്ട്. അപ്പോ ആ ഫീലുള്ളവർക്ക് ഇപ്പോ എല്ലാവരും ചിന്തിക്കുന്നത് നമ്മൾ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് പോകണം എന്നുള്ള ചിന്തയാണ്. അപ്പോ നമ്മൾ ഇത്രയും കാലം ജീവിക്കുന്നു, ഏറ്റവും അവസാനം നമ്മൾ തട്ടിപ്പോകുന്നു. അതിനിടയിൽ നമ്മൾ ഭയങ്കരമായിട്ട് പിടിച്ച് ജീവിക്കണം എന്തുകൊണ്ട്? അപ്പോ അതുകൊണ്ടാണ് പലരും ഈ പറഞ്ഞ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനം വിടുന്നത്. അപ്പോ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അത് ആരോഗ്യമുള്ളപ്പോ നമുക്ക് ഭയങ്കര തന്റേടാണ്, ഭയങ്കര കോൺഫിഡൻസ് ആണ്. പണം ഉള്ളപ്പോഴും ഭയങ്കര ശരിയാണ്. കഴിഞ്ഞ ദിവസം എന്റെ ഒരാൾ വിളിച്ചിട്ട്, ആൾ അത്യാവശ്യം കാറ്ററിംഗ് ചെയ്യുന്ന ആളാണ്. 4-5 കോടി രൂപയുടെ കാറ്ററിംഗ് ഓരോ വർഷം ചെയ്യുന്ന പുള്ളിയാണ്. ആള് പെട്ടെന്ന് ആളുടെ അമ്മയ്ക്ക് അസുഖം വന്നു, അത് കഴിഞ്ഞിട്ട് വൈഫിന് അസുഖം വന്നു. അങ്ങനെ പെട്ടെന്ന് അസുഖങ്ങൾ വരികയും ചെയ്തു, ഒരുപാട് പൈസ പോവുകയും ചെയ്തു. ഇപ്പോ പൈസ ഒന്നുമില്ല. അപ്പൊ ആളെന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, നീ ഇപ്പോഴും ട്രേഡ് ചെയ്യാറുണ്ടോ? അങ്ങനെ ഞാൻ ട്രേഡ് ചെയ്യാൻ പൈസ തരാം, കുറച്ച് പൈസ അവിടെ നിന്ന് കിട്ടില്ല, വേറെ ഇൻകം ആവുമല്ലോ എന്നാണ് അവർ പറയുന്നത്. അത് ഡെസ്പറേറ്റ് ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ മൈൻഡ് മാറി. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അപ്പൊ നമുക്ക് എപ്പോഴും നല്ല കാര്യം ഉണ്ടാവില്ല, പൊട്ടകൾ ഉണ്ടാവും. ആ സമയത്ത് എടുക്കുന്ന ഡിസിഷൻസ് ഭയങ്കര ബാഡായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ട്രേഡിങ് കാര്യങ്ങൾ എന്തായാലും ചെയ്യണ്ട, ലോട്ടറി കാര്യങ്ങൾ ആ രീതിയിലേക്ക് പോകണ്ട, ആ പൈസ നിങ്ങൾ കടം വീട്ടുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ നല്ല ഒരു കാലം വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേറെ പല സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്തിടാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടകാലം നമുക്ക് വരും എന്ന് വിചാരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിടാം. അല്ലെങ്കിൽ നമ്മൾക്ക് വരുന്ന ഭാവി തലമുറയ്ക്ക് അതെന്തായാലും ഉപകാരപ്പെടും. ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ആവശ്യം പണം റിട്ടേൺ വരുന്നത്. നമ്മൾ ഇറക്കിയ പണം നമുക്ക് റിട്ടേൺ വരണം, അതിൽ കൂടുതൽ വരണം, അതിലും കൂടുതൽ വരണം. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഓരോരുത്തരുടെയും ലിമിറ്റ്, പണം എന്തോരം വേണം, എങ്ങനെ ഫിക്സ് ചെയ്യും. ഫിനാൻഷ്യൽ ഫ്രീഡം ശരിക്കും പറഞ്ഞാൽ എനിക്ക് പണം ഒരു പ്രശ്നമാവരുത്. ബാലേട്ടൻ എന്ന് പറയുന്നതല്ല, പണം എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ പണത്തിന് എനിക്കൊരു പ്രശ്നമുണ്ട്. പക്ഷെ പണം എനിക്കൊരു പ്രശ്നമാവരുത്. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, എന്റെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്
ഓക്കെ, ഞാനൊരു റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ ആ റെസ്റ്റോറന്റിന്റെ ഉടമ എന്റെ സുഹൃത്താണെന്ന് വെച്ചോളൂ, ആള് ഞാൻ കാശ് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ യാത്ര പോകുമ്പോൾ ട്രാവലിന്റെ ആള് എന്റെ ഇതാണ്, ആൾ എനിക്ക് വേണ്ടി എന്റെ ഇമേജ് അല്ലെങ്കിൽ എന്റെ ബ്രാൻഡ് വാല്യൂവിന് വേണ്ടിയിട്ട് ഒരു ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്താലും ഇതേ എഫക്റ്റാ. പണത്തിന്റെ ആവശ്യമില്ല, പണമില്ലാതെ എനിക്ക് സഞ്ചരിക്കാം, പണമില്ലാതെ എനിക്ക് ഭക്ഷണം കഴിക്കാം, പണമില്ലാതെ എനിക്ക് സാധനങ്ങൾ വാങ്ങാം എന്ന് വെച്ചാൽ പണത്തിൽ നിന്ന് മുക്തി. നമ്മൾ ശരിക്കും പണത്തിന്റെ പുറകെ ഓടുന്നത് ഭയങ്കര വിരോധാഭാസമാണ്. പണത്തിന് പുറകെ ഓടുന്നത് അതിൽ നിന്ന് മുക്തി കിട്ടാനാണ്. അതെനിക്കൊരു പ്രശ്നമാവരുത്, അതൊരിക്കലും ഒരു തടസ്സമാവരുത്. അതുകൊണ്ട് കുറെ കയ്യിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല ശരിക്കും കാണുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം. അപ്പൊ ഫിനാൻഷ്യൽ ഫ്രീഡം പ്ലാൻ ചെയ്യും. എനിക്ക് എന്റെ സ്റ്റൈലും എന്റെ ചിന്തകളും എനിക്കല്ലേ അറിയൂ, എന്റെ ഇഷ്ടങ്ങൾ എനിക്കല്ലേ അറിയൂ. അപ്പോൾ എന്റെ ഇഷ്ടത്തിന് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ, ഇഷ്ടമുള്ള കാലം വരെ, ഇഷ്ടമുള്ള ആളുടെ ഒപ്പം, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാനും എന്തും ചെയ്യാനുള്ള ഒരു ഫ്രീഡമാണ് എന്റെ ലിമിറ്റ്. ഇതൊരു നമ്പർ അല്ല, ഇതൊരു നമ്പർ ഇടാൻ പറ്റില്ല. ഇത് കാരണം ഒരാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. ഇത് ചേഞ്ച് ചെയ്യാം, കാരണം കാശിന്റെ മൂല്യം മാറും, ലോകം മാറുന്നുണ്ട്, എല്ലാം മാറുന്നുണ്ട്. അപ്പൊ എനിക്കൊരു പണത്തിന്റെ എമൗണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. എന്റെ തോട്ട് പ്രോസസ് ഇതാണെന്നുണ്ടെങ്കിൽ ഓരോ നിമിഷവും എനിക്ക് അറിയും ഞാൻ എത്രയൊന്നും നിർത്തണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സംവിധാനത്തിൽ ഞാൻ നിൽക്കെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ബ്രാൻഡ് വാല്യൂ, എന്റെ കാര്യങ്ങൾ, എന്റെ അസറ്റ്സ്, എന്റെ ലിക്വിഡ് മണി എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ മറ്റൊന്നും വേണ്ട. ആ ഫീലിംഗ് എത്തണം. ആ ഫീലിംഗ് എത്തുമ്പോൾ എനിക്ക് അറിയും ഞാൻ ഈ ചിന്തയിലാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ അറിയും ഇന്ന് എനിക്ക് സ്വസ്ഥമായിരിക്കാം. പിന്നെ എനിക്ക് താല്പര്യമുള്ള കാര്യം ചെയ്താൽ താല്പര്യമുള്ളത് മാത്രം ശരിക്കും പറഞ്ഞാൽ താല്പര്യമുള്ളത് ചെയ്ത് അതിലൂടെ പണം സംഭവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ലൈഫിൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. അപ്പൊ അത് കിട്ടാനായിട്ട് പലതും കാശ് എത്ര നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നമുക്കിപ്പോ ഒരു 100 രൂപ കയ്യിലുണ്ട്, വിശന്നിട്ട് പാടില്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഈ 100 രൂപ ആർക്കും കൊടുത്ത് അവിടെ ഭക്ഷണം കിട്ടും, സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പണം ചെലവഴിച്ചാലാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നിർബന്ധമില്ല. ഇപ്പൊ ഞാൻ ഇറന്നിട്ടാണെങ്കിൽ എനിക്കൊരു ഫുഡ് കിട്ടുകയാണെങ്കിൽ കഴിച്ചു കഴിയുമ്പോഴാണ്. അപ്പൊ പണം ചെലവാക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് പരിചയമുള്ള ആളാണെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് ഫുഡ് വന്നു, അല്ലെങ്കിൽ സദ്യ ഉണ്ട് അപ്പുറത്തുണ്ട് നോക്കുമ്പോൾ പരിചയമുള്ള ആളാണ്, കഴിക്കുന്ന തൊട്ട് എനിക്ക് ഫുഡ് കിട്ടിയാൽ മതി. സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് നമ്മൾ. അതിൽ മാനസിക സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ബുദ്ധിപരമായ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഈഗോയുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, റിയൽ ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ. ഫിസിക്കലിൽ എത്ര ഫോക്കസ് ചെയ്യുന്നോ അത്രയും പണം നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്കത് അറിയും, ഫീൽ ചെയ്യും. ഇത്ര കാശ് എനിക്ക് മുതലായി എന്നുള്ളത് അറിയുന്നത് ഫിസിക്കൽ ആവുമ്പോഴാണ്. മറ്റേതൊക്കെ വെള്ളത്തിലും കാറ്റിലും വരച്ച വര പോലെയാണ്, അതങ്ങ് പോയി തിരിച്ചു വരില്ല. അപ്പോൾ നമ്മൾ കുറെ നേരം സംസാരിച്ചു, നല്ല കാര്യങ്ങൾ സംസാരിച്ചു, നല്ല റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും സംസാരിക്കണം. പണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ സംസാരിക്കാനാണ് മിക്കവരും നോക്കാം. സൈക്കോളജിക്കൽ കാര്യങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണെന്നുള്ള രീതിയോ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള രീതിയോ ആരും അങ്ങനെ സംസാരിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇനിയും നമുക്ക് സംസാരിക്കണം. തീർച്ചയായും അതിന്റെ സൈക്കോളജിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും എല്ലാം സംസാരിക്കണം. അപ്പോൾ പിന്നെ കാണാം. താങ്ക് യു.